ചെന്നൈയില് നമ്മുടെ റെട്രോ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, അതായത് അവിടുത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു, അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാൻസ്, ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അതെ, ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫാൻസ്, ജയറാമേട്ടന്റെ, ലാലേട്ടന്റെ, മമ്മൂക്കയുടെ, അങ്ങനെ കുറെ ഹീറോസ്, സൂര്യ സാർ, അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നു. ഇതിൽ പരം വല്ല ലോട്ടറി വേണോ? ഐ ലവ് യു, താങ്ക് യു സോ മച്ച് സർ. സൂര്യ സാറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും കിടിലുമാണ് പുള്ളി. ഒരു നമുക്ക് ഞാൻ ഒരു കണ്ടാണെങ്കിൽ ഒരു ഉറപ്പായിട്ടല്ലോ എഴുതി കൊടുക്കും. കാരണം എന്താ വെച്ചാല് എല്ലാം ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രമല്ലല്ലോ, ആ ഭംഗി രസമെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം, അയാള് മറ്റുള്ളവരോട്, സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ്. ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ് സൂര്യ സർ. അതിലൊരു സന്തോഷം, അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം, അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയില് ഞാനൊരു വലിയൊരു കഥാപാത്രമാണ്. എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എന്നിൽ വിശ്വസിച്ചത് എന്റെ ഫ്രണ്ട് കാർത്തി. അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനയിച്ച. ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബരാജ് ആൻഡ് മിസ് യു കാർത്തിക് ആൻഡ് 2D ആൻഡ് സ്റ്റോൺ ബെഞ്ച് ഫ്രണ്ട്സ് ആണ്. കിട്ടില്ല പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ. നമുക്കത് വലിയ ബഡ്ജറ്റ് സിനിമയാണ്. നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് 150 കോടിയിലൊക്കെ മേലെയാണ്. അത്ര വലിയൊരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത്. അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം. ഭയങ്കര സൂപ്പർ ഹാപ്പി. വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ സുജിത്, കരുണാകരൻ, മച്ചാങ്കാർക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ സെന്തിൽ ഡിസ്ട്രിബ്യൂട്ടർ. ഇത് പൊളിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും പടം. നോർമലി എല്ലാ ആർട്ടിസ്റ്റുകളും ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ പറയും ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലായിരുന്നു. ചേട്ടന് ഇപ്പൊ 2 കാർത്തിക് സുബ്രാജ് പടമായി. കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തിക്. എന്താ പറയാ, അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി, പുതിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി. ഭയങ്കര രസമായിട്ടാണ് ഫിലിം മേക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹം എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് അഭിമാനമാണ്. ചേട്ടൻ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ആ മൂവി ആദ്യമേ കാർത്തിക് സുബ്രാജിനെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പോസ്റ്റ് ഒക്കെ ചെയ്യുകയുണ്ടായി. ചേട്ടൻ ഡയറക്ടർ ആയി കഴിഞ്ഞ ശേഷം, ആ മൂവി പ്രിവ്യൂ ഒക്കെ ചെയ്തതിനു ശേഷം കാർത്തിക് സുബ്രാജ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കുന്ന ഏറ്റവും ആദ്യം ഇട്ട ആള്. എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ്, എന്റെ ഒരു ഫസ്റ്റ് കട്ട് കണ്ടിട്ട് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ട ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇട്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമായിരുന്നു. ആ പോസ്റ്റ് എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ്. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മള് ആക്ച്വലി ജോയിച്ചേട്ടന്റെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് ആക്ടർ, റൈറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് അറിയാം ജോയിച്ചേട്ടൻ ഒരു സകലകലാ വല്ലഭൻ തന്നെയാണ്. ഈ റെട്രോ മൂവിയിലും ചുമ്മാ എന്നൊക്കെ പറയും, ഇതിന് എളുപ്പം മാത്രമാണ്. പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയാം. റെട്രോ മൂവിയിൽ ജോയിച്ചേട്ടൻ ആക്ച്വലി പാടിയിട്ടുണ്ട്, റൈറ്റ്? പാട്ട് ഇല്ലേ? ഇല്ലില്ല, അതിന്റെ പാട്ട് ഞാൻ ചെന്നൈയിലൊരു പാടി. ആക്ച്വലി നമ്മള് ഇൻട്രോ കൊടുത്തപ്പോ തന്നെ ആക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസറുടെ കൂടെ സിംഗർ എന്ന് കൂടി ഞാൻ വടിവത്താക്ഷരത്തിൽ പറഞ്ഞു. അപ്പൊ ജോയിച്ചേട്ടൻ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജോയിച്ചേട്ടൻ ഒരു പാട്ട് പാടാതെ പോകുന്നത് വളരെ മോശമാവും. സോ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലീസ് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. ജോയിച്ചേട്ടാ ഒരു പാട്ട് പാടാമോ? നിങ്ങൾ നല്ലൊരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ പാടും. പറഞ്ഞോ? പാടണം. ഫുൾ സപ്പോർട്ട്. ഇത് റെട്രോയിലെ ഒരു പാട്ടാണ്. ഞാൻ അതിഗംഭീര
പാട്ടാണ്. പക്ഷെ ഞാൻ അതിന്റെ 2 ലൈൻ വെറുതെ പാടും, നിങ്ങൾ കൂടെ പാടണോട്ടോ. ഞാൻ ആക്ച്വലി നമുക്ക് നമ്മളുടെ സ്നേഹം, സന്തോഷം, നമ്മളുടെ സന്തോഷം, സ്നേഹം സൂര്യ സാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ നിങ്ങളും, ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മളെല്ലാവരും കൂടി പാടാം. കണ്ണാലയൻ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നു ഉന്നോട് നാ ഒന്നാക വേണോ അടിയനാടി നീ അഴകിയേ നടിസല്ലാടതേ കാൽ പോകാതടി നീ വിട്ടാലുമേ പറ്റണില്ല, ഞാൻ എക്സൈറ്റഡ് മറന്നു. ഇതൊക്കെ നന്നായി പാടണമെന്നുണ്ടായിരുന്നു. സോറി. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ആക്ച്വലി ചേട്ടനാവുക നിങ്ങൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയതാണ്. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ യെസ്, നമ്മൾ ആ ഒരു സ്നേഹം, ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് ഗൈസ് ഫോർ ആക്ടർ ജോജോ ജോർജ്. നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം കൊടുത്താൽ അതിന്റെ അർത്ഥം പാടി ശരിയാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാ മതി എന്നാണ്. മനസ്സിലായി? ഹലോ, ഒരു സെക്കൻഡ് കേട്ടോ, ഇതിന്റെ വരി നമ്മള് ശരിക്കും ആർക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ വെയിറ്റ് ചെയ്യണമെന്ന് വി ഓൾ നോ. ആ ഒരു നിമിഷം തീർച്ചയായിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തേണ്ടതാണ്. ആൻഡ് വൺ ഹംബിൾ റിക്വസ്റ്റ്, നമ്മൾ ഇവിടെ പാട്ട് പാടുന്ന സമയത്ത് ഒരു വലിയ കയ്യടി കൂടി ആ താളത്തിനൊത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായിരിക്കും കേട്ടോ ഈ ഒരു ഇവന്റ്. സോ ആർ യു റെഡി? കയ്യടിക്കാൻ റെഡിയാണോ? ആർ യു റെഡി? ഇത്രയും എനർജി ഉണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല. ഓ ഓക്കെ, ഓൾ റൈറ്റ്. താങ്ക് യു. യെസ്, സുനി സാറിന്റെ കൂടെ ജോർജ് ചേട്ടൻ ലാസ്റ്റ്